ഹലോ ഗൈസ്, ആർട്ട്കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ സന്ദീപ്. ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് വളരെ നഷ്ടവും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞ് കളിയാക്കണില്ല, നമ്മളെല്ലാവരും വീട്ടിൽ ഈ LED CFL ലൈറ്റ് പോലെ LED ലൈറ്റുകൾ വാങ്ങാറുണ്ട്. ഇത് കേട് വന്ന് സാധാരണ എന്താ ചെയ്യുക, വല്ല കുപ്പയിലും വലിച്ചെറിയും. അതല്ല ചെയ്യാറ്. അല്ലെങ്കിൽ വാറണ്ടി ഉള്ളവരുണ്ട്, വാറണ്ടി കഴിഞ്ഞിട്ടും അത് കേടൊന്ന് വലിച്ചെറിയും. വളരെ സിമ്പിളായിട്ട് വെറും 15 രൂപയ്ക്ക് ഈ കേട് വന്ന ബൾബ് മാറ്റാം, നേരാക്കാം എന്നുള്ളതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ സമയം കളയാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിലിപ്പോൾ ഈ കറണ്ട് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കറണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വർക്ക് ചെയ്യുന്ന ഒരു ബൾബ് വെച്ചിട്ട് ഇതിൽ കറണ്ട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കി. ഇത് ഇതേപോലെ തന്നെ കിട്ടിയൊരു ബൾബാട്ടോ, ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിൽ. പക്ഷെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയേക്കാം. മാറ്റി വെച്ചാൽ പക്ഷേ ഇതാ വേറൊരു ബൾബ്. ഇതും നമ്മളൊന്ന് ഉപേക്ഷിച്ചതാണ്, വർക്ക് ചെയ്യണില്ല. കാണാൻ കഴിയണ്ടല്ലോ. ഈ കറണ്ട് കൊണ്ട് കളിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, കൂട്ടത്തിൽ നിന്ന് കിട്ടിയ വേറൊരു ബൾബ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന ബൾബ് നമുക്ക് മാറ്റി വെക്കാം. ഇത് ആദ്യം ചെക്ക് ചെയ്തു, വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബൾബാണ് വർക്ക് ചെയ്തത്. ഈ രണ്ടെണ്ണം വർക്ക് ചെയ്യും, ഈ രണ്ടെണ്ണം വർക്ക് ചെയ്യണില്ല. അപ്പം നെക്സ്റ്റ് ഇനി പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് ഒന്ന് മാറ്റി വെക്കണ്ടേ. ഈ കാണുന്ന 15 രൂപയുടെ 7 വാട്ടിൻ്റെ ഒരു LED സ്ട്രിപ്പ് ഇതാണ്. ഇത് തവയിൽ നിന്ന് എടപ്പാളിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ ബൾക്കായിട്ട് വാങ്ങാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നാശമായി പോകുന്നില്ല, പേടിയൊന്നും വേണ്ട. രണ്ടെണ്ണം ഞാൻ വാങ്ങിയുള്ളൂ. അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്കില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് ചെറിയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തള്ളി കൊടുത്താൽ അവിടെ ഇങ്ങനെ ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഗ്ലൂ ഒക്കെ ഇതുപോലെ തട്ടിക്കളയുക. അപ്പം അത് ഊരിയിട്ട് ബൾബ് ഞാൻ അതിനകത്ത് മാറ്റിയിട്ടോ. ഇനി ഈ ഒരു അലുമിനിയത്തിൻ്റെ ഷീറ്റ് ഉണ്ട്, ഇതും കൂടി എടുത്ത് മാറ്റുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തൊട്ട് കളിക്കുന്ന സമയത്ത് കയ്യിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് വിഷാംശം ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഈ ബോർഡ് നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റണം. കാരണം നമുക്ക് ഈ ബോർഡ് സത്യത്തിൽ ഇതിന് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ് കറണ്ടിനാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിനെ ജസ്റ്റ് സോൾഡറിങ് ആയാണ് വെച്ച് കൊടുത്താൽ, ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഇത് ഉരുക്കി പോരും. അപ്പോൾ നമുക്കത് ഉരുക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വയറിങ് മെത്തേഡാണ്. കണ്ടില്ലേ, 2 ഹോളുണ്ട്. ആ 2 ഹോളിലൂടെ നമ്മളിത് ഇങ്ങനെ 2 വയർ ഇടുന്നു. അവിടെ 2 പോയിന്റ് വരുന്നു. ആ പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഡയറക്റ്റ് AC വർക്ക് ചെയ്യുന്ന LED ലൈറ്റാണ്. ഇനി നമ്മളിത് നേരെ നമ്മളെ ബൾബിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബൾബിൽ കണ്ടില്ലേ, നമ്മൾ പിറകിൽ 2 ഹോളില്ലേ, ആ ഹോളിലോട്ട് നമ്മൾ ഈ ഒരു വയറിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിത് ഇതിൻ്റെ പിൻവശം ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക. കാരണം അത് അതിൻ്റെ ഉള്ളിലൂടെ പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ജസ്റ്റ് വയർ ഇത് നേരെ ഈ ഹോളിലൂടെ വളരെ സിമ്പിളായിട്ട് ഇടാൻ കഴിയും. അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വയർ ആദ്യം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മളിതാ ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാണ്ട്. രണ്ടാമത്തെ വയർ ഇതാ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് നമ്മൾ നല്ല വൃത്തിയിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട്. ഓക്കെ, കണ്ടാ കറക്റ്റ് ചെയ്ത് രണ്ടാമത്തത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് സോൾഡർ ചെയ്ത് കൊടുക്കാം. വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ ഈ ഒരു ബൾബ് കത്തുമോ ഇല്ലയോ ഒന്ന് നോക്കാൻ പോവാം. ഓക്കെ, കണ്ടില്ലേ, നല്ല വെളിച്ചമുണ്ട്, അത്യാവശ്യം നല്ല വെളിച്ചം. ഡയറക്റ്റ് കറണ്ട് വർക്ക് ചെയ്യണതാണ്. ഇനിയൊരു ഭാഗം നമ്മൾ ഇതിൽ കറക്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനിപ്പോൾ തൽക്കാലം ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൂ ഗൺ ഇല്ലാതെ ഒരു 2 സൈഡ് ടാപ്പ് യൂസ് ചെയ്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൻ്റെ പിറകിൽ ഈ ഒരു കൂളിംഗ് കോയിൽ സിസ്റ്റം ഉള്ളത് കൊണ്ട് അല്ലാണ്ട് ഹീറ്റ് ആവുന്നില്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു അടപ്പ് അടച്ച് ഇതിൻ്റെ വെളിച്ചം
എത്രത്തോളം പുറത്തേക്ക് വരുന്നുണ്ട് നോക്കാം. വാ, ഈ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കുകയാണ്, കാരണം അവിടേക്ക് മാത്രം വെളിച്ചം വരുന്നുള്ളൂ. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ശരിയാവും. ഓക്കെ, ഇപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബൾബ് കത്തുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. ഇത് 7 വാട്ടിൻ്റെ കേട്ടോ ബൾബ്. കുഴപ്പമില്ല, നല്ല വെളിച്ചമുണ്ടല്ലേ. ഒരു 15 രൂപ കളയാൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ 150 രൂപയ്ക്ക് ഈ ബൾബ് വാങ്ങുമ്പോൾ ഇത് കേടുന്നത് വലിച്ചെറിയല്ലേ. 15 രൂപ ചിലവഴിക്ക് വാങ്ങും. പിന്നെ നമ്മൾ വീഡിയോയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ സോൾഡറിങ് ആയാണ്, അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു 15 രൂപ കൊണ്ട് സിമ്പിൾ ആക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ ഒരു ലൈറ്റിൻ്റെ കാര്യം മാത്രമായിട്ട് പറഞ്ഞത്. ആ ഒരു സോൾഡറിങ് സാധനം സെറ്റിനൊക്കെ പാടെ ആകെ 150 രൂപ മുഴുവൻ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഒന്ന് വീട്ടിൽ വാങ്ങിക്കണം, നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ കറണ്ടിൽ കളിക്കണ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ നോക്കുക. നമ്മളെ വീഡിയോ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പെല്ലെ ഇങ്ങനെ ഒന്ന് ഇടിച്ചിടിച്ച് പൊട്ടിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ